ഹലോ ഹായ് ഇറ്റ്സ് മീ മിസ്റ്റർ ക്രിയേറ്റർ ആൻഡ് വെൽക്കം ടു ദ വേൾഡ് ഓഫ് കസ്റ്റമർ സൈക്കോളജി വിത്ത് റിവ്യൂ മാർക്കറ്റ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തതെന്ന് വെച്ചാൽ എന്താണ് ബ്രാൻഡ് പേഴ്സൺ എന്നുള്ള ഒരു കറക്റ്റ് ക്ലിയർ വ്യൂ നമ്മുടെ റിവ്യൂ നമുക്ക് പറഞ്ഞു തന്നിരുന്നു. അത് കാണാത്തവരാണ് മസ്റ്റ് ആയിട്ട് ആ വീഡിയോ പോയി കാണും, കാരണം അതിൽ വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യം തന്നെയുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നിർത്തിയ കണ്ടന്റ് വെച്ചിട്ടാണ് തുടങ്ങണേ. ഒരു 11 ടെക്നിക്സ് ഉണ്ട് നമ്മുടെ കസ്റ്റമർ സൈക്കോളജി ഹാക്ക് അറിയാനുള്ള. ആ 11 ടെക്നിക്സ് എന്തൊക്കെയാണ് നമുക്ക് അറിയാം. ഫസ്റ്റ് ടെക്നിക്ക് തന്നെ നമുക്ക് വീഡിയോ. എന്താ ഫസ്റ്റ് ടെക്നിക്ക്? ഫസ്റ്റ് ടെക്നിക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ ഓരോ ടെക്നിക്ക് പറഞ്ഞ സമയത്തും ഇതിപ്പോ നമുക്ക് അറിയണതല്ലേ എന്ന് ചിന്തിക്കും. മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അറിയണ കാര്യം തന്നെ നമ്മൾ വേറൊരു അർത്ഥത്തിൽ മനസ്സിലാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന്റെ എന്താണ് അവിടെ നടക്കണ കസ്റ്റമർ സൈക്കോളജി അല്ലെങ്കിൽ സൈക്കോളജിക്കലി അത് എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ആ കാര്യം ചെയ്യുകയാണെങ്കിൽ മുന്നേ ചെയ്തതിനെക്കാട്ടി കൂടുതൽ റിസൾട്ട് ഉണ്ടാവും. ഇപ്പൊ എന്തോ ചെയ്തപ്പോൾ എന്തോ കിട്ടി എന്നിട്ട് അപ്പുറത്തേക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് കിട്ടുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഉഷാറാക്കി ചെയ്യുക. അപ്പൊ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതുണ്ടാവും, അറിയാത്തതുണ്ടാവും. അപ്പൊ ആ ഓരോ കാര്യങ്ങളും ഞാൻ മാക്സിമം പറയാൻ ശ്രമിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഉള്ളിൽ എന്താണ് ആക്ച്വലി സൈക്കോളജിക്കലി വർക്ക് ആവുന്നത്, അല്ലെങ്കിൽ ബിസിനസ് ആസ്പെക്റ്റിൽ എന്ത് ബെനിഫിറ്റാണ് നമുക്ക് അതിൽ കിട്ടുന്നത് എന്നുള്ള കാര്യം വെച്ചിട്ടാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈപ്പാസ് വിത്ത് സോഷ്യൽ പ്രൂഫിംഗ് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ സോഷ്യൽ പ്രൂഫിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, റിവ്യൂസ് കാര്യങ്ങൾ, ടെസ്റ്റിമോണിയൽ ആഡ് ചെയ്യുക. നമ്മൾ ലാൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ടെസ്റ്റിമോണിയൽ ആഡ് ചെയ്യാം, പ്രൊഡക്റ്റ് പേജിൽ ചെയ്യണം. ഇനി അതൊന്നല്ല ചെയ്യണം എന്ന് പറയും. പിന്നെ ഇനി അതല്ല അല്ലാത്ത ബിസിനസ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റിമോണിയൽസ് കളക്ട് ചെയ്യണം, ആഡിൽ യൂസ് ചെയ്യുന്ന റിസൾട്ട് കൂടും, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യണം അറിയാം, ഒരു ഷോർട്ട് കട്ട് എടുക്കണതിലൂടെ. ഞാൻ കൃത്യമായിട്ട് പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ അടുത്ത് നിന്ന് ഒരാൾ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ആദ്യം നമ്മൾ ആ കസ്റ്റമറിൻ്റെ അടുത്ത് എത്തണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ പ്രൊഡക്റ്റ് നിർമ്മലിനെ കൊണ്ട് വാങ്ങിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നല്ല ടേസ്റ്റി ബിരിയാണി ഉണ്ട്, റബീം ബിരിയാണി സെൻ്ററാണ്, അത് നിർമ്മലിനെ കൊണ്ട് കഴിപ്പിക്കണം, പൈസ കൊടുത്ത് വാങ്ങിച്ച് കഴിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഞാനിങ്ങനെ ബിരിയാണി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ആദ്യം എന്നെ അറിയിക്കണം. അതിന് മുന്നേ ഞാൻ നിർമ്മലിൻ്റെ അടുത്ത് എത്തണം, എന്നിട്ട് ഞാനിത് പറയണം. എനിക്കത് കഴിക്കാൻ തോന്നിപ്പിക്കുന്ന രീതിയിലൊരു ഫീല് ഉണ്ടാക്കണം. അതിന് ശേഷം വിസിറ്റ് ചെയ്ത് കഴിക്കണം. ഇങ്ങനെ കുറേ സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ, നമ്മൾ ആഡ് ചെയ്യുന്നിടത്തൊക്കെ അങ്ങനെ ഉണ്ടാവും. ആദ്യം നമ്മൾ ആഡ് കുറേ ആൾക്കാരിൽ കാണിക്കുന്നുണ്ടാവും, അത് വീണ്ടും വീണ്ടും കണ്ടിട്ട് ഒരു പെർസെന്റേജ് ഓഫ് ആൾക്കാരായിരിക്കും എന്ത് ചെയ്യുക, ലാൻഡ് പേജിൽ കയറുന്നുണ്ടാവും. അതെ. ഇനി ഇതിന് വേറെ ആംഗിൾ നോക്കാം. ഇപ്പോൾ ഇ കൊമേഴ്സ് ഒന്നും അല്ലെങ്കിലും എന്തുണ്ടാവും, നമ്മൾ കുറേ ആഡ് ചെയ്തിട്ടുണ്ടാവും, അതിന് കുറച്ച് പെർസെന്റേജ് ആൾക്കാരെ എൻക്വയറി ചെയ്യുന്നുണ്ടാവുള്ളൂ, എൻക്വയറി ചെയ്യുന്നത് കുറച്ച് ആൾക്കാരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ടാവുള്ളൂ, അതിന് ശേഷം പർച്ചേസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ജേർണി മാപ്പിംഗ് നമ്മൾ മുന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ജേർണി മാപ്പിംഗ്, ഫണലിംഗ് ഉണ്ട്. ഇതിനെ ബൈപ്പാസ് ചെയ്യാൻ പവർ ഉള്ള ഒരു കാര്യമാണ് ശരിക്കും ടെസ്റ്റിമോണിയൽ. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ കേസിൽ ഇപ്പോൾ നിർമ്മൽ വേറൊരാൾ ആഷിഖിനോട് ചോദിക്കുകയാണ്, നല്ല വിശപ്പുണ്ട്, നല്ല ബിരിയാണി ഇവിടെ കിട്ടുക. അപ്പോൾ ആഷിഖ് പറയുകയാണ്, റബി ബിരിയാണീസിൽ അടിപൊളി ബിരിയാണി ഞാൻ ഇന്നലെ കഴിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നേരെ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. വേർഡ് ഓഫ് മൗത്ത് എന്ന് നമുക്ക് പറയുന്നുണ്ടെങ്കിലും ഒരു റിവ്യൂ ആണ്. ഇനി നേരിട്ട് പറയല്ല, ഈ ചോദിച്ചപ്പോൾ പറയാതെ വേർഡ് ഓഫ് മൗത്തിൽ എടുക്കാം. ഇനി എന്ത് ചെയ്യാണ്, ആഷിഖിനെ പോലത്തെ കുറേ ആൾക്കാരുടെ റിവ്യൂസ് നിർമ്മൽ കാണുകയാണെങ്കിൽ നിർമ്മലിന് സ്വാഭാവികമായിട്ടും അത് കഴിക്കണം എന്നുള്ളൊരു തോന്നൽ എന്ത് ചെയ്യണേ, ഇതിനൊന്നും അറിയാതെ കുറെ പേര് അടിപൊളി ഫുഡാണ് ഇവിടുത്തെ സെറ്റ് ഫുഡ് അങ്ങനെ കാണുമ്പോൾ ഉണ്ടോ. അതെ, അങ്ങനെ ടെൻഡൻസി നമ്മൾ പോകും, കഴിക്കും. അത് അത്രയും പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ. ഇത് ജെന്യൂൻ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പലർക്കും എന്തുണ്ട്, റിവ്യൂ ഒക്കെ നമ്മൾ കുറെ കണ്ടതാ എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പൊ നമ്മൾ ചുമ്മാ റിവ്യൂ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ആ തോന്നലേ വരുള്ളൂ. ജെന്യൂൻ ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഇത് ചെയ്യാനൊരു എഫേർട്ട് ഇടുകയാണെങ്കിൽ അപ്പോൾ അത് നല്ല റിസൾട്ട് ഉണ്ടാവും. അതായത് വീഡിയോ ടെസ്റ്റിമോണിയൽ ജെന്യൂൻ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുക, ഇതിൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഡ്രോപ്പ് ഷിപ്പിങ്ങിന്റെ കോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാൻ കസ്റ്റമേഴ്സിനോട് പറഞ്ഞ സംഭവമുണ്ട്, നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഇടുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല എനിക്ക് തോന്നിയപ്പോൾ, നീ പറഞ്ഞപ്പോൾ തോന്നിച്ചാൽ ആമസോണിൽ ഒരു കസ്റ്റമർ പോയി പർച്ചേസ് ചെയ്യുന്നതിൽ ആദ്യം നോക്കുക പ്രൊഡക്റ്റ് ഇമേജസോ ഒന്നുമല്ല, നേരെ പോയി റിവ്യൂവിൽ ആരെങ്കിലൊക്കെ അതിനെ കുറിച്ച് റിവ്യൂ ഇട്ടുണ്ടോ, എത്ര റിവ്യൂ ഇട്ടുണ്ടോ, അതാണ് നോക്കിയിട്ട് ആൾ പർച്ചേസ് ചെയ്യുന്ന മെന്റാലിറ്റി കാട്ടുക. യെസ്, എക്സാക്ട്ലി. ഇനി അതേപോലെ തന്നെ അത് ആഡിൽ യൂസ് ചെയ്യുമ്പോൾ റിസൾട്ട് ഉണ്ടാവും. ഇപ്പൊ ഇതിൽ ഒരു വീഡിയോ ടെസ്റ്റ്, ഇപ്പൊ ആമസോണിന്റെ കേസിൽ തന്നെ ആമസോണിൽ എത്തിയതിനു ശേഷം അത് വർക്ക് ചെയ്യുന്നതാണ്. ഇനി ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റ് ആമസോണിൽ നിന്ന് വാങ്ങിയ ആൾക്കാരുടെ റിവ്യൂസ് ആ സെല്ലർ എന്ത് ചെയ്യേണ്ടത് കളക്ട് ചെയ്യുന്നുണ്ട്. അവിടെ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണെന്ന് വിചാരിക്കുക. അതായത് നല്ലൊരു ടെസ്റ്റിമോണിയൽ വീഡിയോ അയച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും എന്ന് പറയുമ്പോൾ അങ്ങനത്തെ കുറെ സാധനം കിട്ടുമല്ലോ. ഇത് വെച്ചിട്ടാണ് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ കുറെ ചിന്തകളൊന്നും ഉണ്ടല്ലോ, നേരെ പോയി പർച്ചേസ് ചെയ്യും. ഇതാണ് ബൈപ്പാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ് ആ ഫണൽ വഴി പോയി എത്തുന്നതിനെക്കാട്ട് കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിരിക്കും നമ്മൾ ടെസ്റ്റിമോണിയൽസ് അല്ലെങ്കിൽ റിവ്യൂ വെച്ചിട്ട് കൺവേർട്ട് ആക്കുമ്പോൾ. എക്സാക്ട്ലി. സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കപ്പലുണ്ടല്ലോ, കപ്പല് കാണിച്ചിട്ട് കപ്പൽ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞതിനെക്കാട്ടിയും വർക്ക് ചെയ്യും
അപ്പുറത്ത് ദ്വീപിൽ എത്തിയ കുറെ ആൾക്കാർ വീഡിയോ ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് എത്തുന്ന കപ്പലാത് പറയുമ്പോൾ ആൾക്കാർ ഓടിക്കയറും. അതായത് നീ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സ്റ്റോറി പറഞ്ഞിട്ട് കാണാതെ പോയി കാണാം. ആ സ്റ്റോറി പറഞ്ഞ കാണിച്ചാൽ കസ്റ്റമർ ഡ്രീവിൽ എത്തിയ ആൾക്കാര് കാണിച്ചു പറഞ്ഞാൽ അയാൾ ഡ്രീവിൽ എത്താതെ ടെൻഷൻ കൂട്ടും. അപ്പൊ അവിടെ ബൈപ്പാസിങ് നടക്കും, കുറെ ചിന്തിക്കാതെ ഡിസിഷൻ എടുക്കുന്നതാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യുക. മാക്സിമം വീഡിയോ ടെസ്റ്റിമോണിയലിന് എടുത്തു കഴിഞ്ഞാൽ അത് എഫക്റ്റീവ് ആവും. ഇനി അതിൽ ആ ടെസ്റ്റിമോണിയൽ തന്നെ ഇമോഷൻ കൂടുതൽ വരുന്ന രീതിയിൽ എടുക്കുമ്പോൾ അതിനെ ഇപ്പൊ ബിരിയാണിന്റെ കേസിലാണെങ്കിൽ ആ കഴിച്ചിട്ട് ഇങ്ങനെ ആ സാധനം ഉണ്ടെങ്കിൽ എക്സാക്ട്ലി. അപ്പൊ അതിനെ ഏറ്റവും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ ജെന്യൂൻ ആണ് രീതിയിൽ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം റിസൾട്ട് കൂട്ടുന്ന ഒരു ഷോർട്ട് കട്ടാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഫസ്റ്റത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. അത് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനം. ഇനി രണ്ടാമത്തെ നോക്കാം. റെഡി അല്ലേ? ഓക്കെ, രണ്ടാമത്തതാണ് കമ്മ്യൂണിറ്റി. ഇത് നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇതൊക്കെ കുറെ കേട്ടതാണ് എന്ന് പറയും. പക്ഷെ കമ്മ്യൂണിറ്റിന്റെ ഉള്ളിലുള്ള അതെ ഇതിലുള്ള സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിൻ ആണെങ്കിലും നമ്മുടെ ജീൻസ് ആണെങ്കിലും ഒക്കെ നമ്മൾ മുന്നേ പറഞ്ഞു വർഷങ്ങളോളം കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് കൈമാറി വന്നിട്ടുള്ള ഓർഗൻസ് ആണ് നമുക്കുള്ളത്, ചിന്തകളാണ് നമുക്കുള്ളത്. അങ്ങനെ കൈമാറിയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സാണ് എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് നിന്നാലാണ് എനിക്ക് സർവൈവൽ കിട്ടുക എന്നുള്ളൊരു സാധനം. കാരണം വലിയൊരു കാലഘട്ടം നമ്മൾ അങ്ങനെ ജീവിച്ചിട്ടുള്ള ആദിമ മനുഷ്യനായിട്ട് ജീവിച്ച ഒരു വലിയ കാലഘട്ടം ഉണ്ട്. ഇപ്പം നമ്മൾ ഈ മോഡേൺ ലൈഫ് മോഡേൺ ഹ്യൂമൻ ആയിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയൊരു കാലഘട്ടം അല്ലാത്തതാണ്. ഓക്കെ, അപ്പോൾ അത് എന്താ പറയുക, അനിമൽസിൽ നിന്നാണെങ്കിലും ഈ മറ്റ് ട്രൈബ്സിൽ നിന്നുള്ള അറ്റാക്ക് ആണെങ്കിലും ഒക്കെ ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ സർവൈവൽ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു സംഗതി നമ്മളുടെ ബ്രെയിനിനുണ്ട്. അത് ഉള്ളിലുള്ളൊരു സാധനമാണ്. അതിനെ യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ബിസിനസ്സിനകത്ത് ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഉണ്ടെങ്കിൽ. ഓക്കെ, ഇനിയിപ്പോ ഒരു കോഫി വിൽക്കുന്ന ഒരു കോഫി ബ്രാൻഡാന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ കോഫി ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. കോഫി ക്ലബ്ബ്, ജോയിൻ കോഫി ക്ലബ്ബ്, മെമ്പർഷിപ്പ് കാർഡ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. കമ്മ്യൂണിറ്റി ഫോക്കസ് ചെയ്ത കുറേ സാധനങ്ങളുണ്ട്. ഇനി ഒന്നും വേണ്ട, നമ്മൾ ബട്ടൺസ് സാധനങ്ങളൊക്കെ CT ആഡ് ചെയ്യുന്ന സമയത്ത് ജോയിനസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടേമിലാണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ അവർ പോലും അറിയാതെ, നമ്മൾ മുന്നേ പറഞ്ഞു, അവർ അറിയാതെ അത് വർക്ക് ചെയ്യും. ഒരു എനിക്ക് ബെറ്റർ ഗ്രോത്ത്. എക്സാമ്പിൾ ഞാൻ പറയല്ലോ, നീ പറഞ്ഞ എക്സാമ്പിൾസ് ഞാൻ പറയാം. നീ പറഞ്ഞ അവിടെ ഡ്രീമിൽ എത്തിയ ആൾക്കാരുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ അവിടെ എത്തിയാലേ എനിക്ക് ആ ലെവലിൽ ഡ്രീമിൽ എത്തിപ്പെടാൻ പറ്റുള്ളൂ. ഇനി അതും പറഞ്ഞ പോലെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ചിന്തയാണ്. സബ് കോൺഷ്യസ് ആയിട്ടും ആ സാധനം വരും. ഇങ്ങനെ ഒന്നും ആലോചിക്കാതെ തന്നെ കമ്മ്യൂണിറ്റി, മെമ്പർഷിപ്പ്, ജോയിൻ, ക്ലബ്ബ്, ഈ സാധനത്തിനോട് നമ്മളുടെ ബ്രെയിനിന് ഒരു അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ അത് എന്ത് ചെയ്യുക, അത് യൂസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ബ്രെയിനിനേറ്റും ഈ കണക്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അഡ്വാൻറ്റേജ് നമുക്ക് എടുക്കാൻ പറ്റും. അത് ഏതെങ്കിലും ബിസിനസ്സിൽ നിർമ്മലിന് എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം ഓർമ്മയുണ്ട്. മെമ്പർഷിപ്പ് കാർഡ്സുകളൊക്കെ സുഖമായിട്ട് പറയുകയാണെങ്കിൽ യൂട്യൂബ് മെമ്പർഷിപ്പ്. യൂട്യൂബിൽ തന്നെ ഏറ്റവും കൂടുതൽ, അതായത് എന്റെ കേസ് എന്നല്ല, കൂടുതൽ നിങ്ങൾ കണ്ടിട്ടുള്ള എല്ലാ കമ്മ്യൂണിറ്റിയിലും എല്ലാ ഒരു യൂട്യൂബ് ചാനലിലും അവരൊരു സ്വന്തമായിട്ടൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. ആ ബിൽഡിംഗ് കമ്മ്യൂണിറ്റിയിൽ കുറെ പേർക്ക് വരുമ്പോൾ വെച്ചാൽ അവിടെ തന്നെ അവരുടെ ഏത് പാത്താണോ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഡിസൈൻ ആണെങ്കിൽ ഡിസൈൻ പാത്ത്, അല്ലെങ്കിൽ എന്താ പറയുക ഇ കോമേഴ്സ് ആണെങ്കിൽ ഇ കോമേഴ്സ് പാത്ത്, അല്ലെങ്കിൽ ഗെയിമിംഗ് ആണെങ്കിൽ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി. ഈ കമ്മ്യൂണിറ്റി ചെയ്യുമ്പോൾ നമ്മുടെ അതേ മെന്റാലിറ്റിയിലെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് കണക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ഞാനിപ്പോ എന്താ എന്റെ മനസ്സിൽ ആഗ്രഹിക്കണം അതന്നെ അവർക്കുണ്ട്. അപ്പൊ എനിക്ക് അവരോട് കുറച്ചുകൂടി പറയാൻ മറ്റൊരിടത്തേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ അവരുടെ പോയാലേ കറക്റ്റ് ആവുള്ളൂ എന്നുള്ള ഇതിൽ മെന്റാലിറ്റി കമ്മ്യൂണിറ്റി ചെയ്യാൻ കുറെ ടീം തന്നെ ഉണ്ട്. ഡിസ്കോഡിലുണ്ട്, യൂട്യൂബിലുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ ലാംഗ്വേജിലുള്ള ഒരു ടേം മുതൽ സീരിയസ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി വരെ നമുക്ക് ആ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അവിടെ എനിക്ക് വേറെ കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും എന്റെ ഡ്രോപ്പ് ഷിപ്പിങ്ങിന്റെ കോഴ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ കുറച്ച് ആൾറെഡി എക്സിസ്റ്റിംഗ് ആയ ആ പ്രൊഡക്റ്റിന്റെ ബേസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റിയിലേക്ക് പോയി ആൾക്കാരെ സെല് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ചെയ്യണം. ആൾറെഡി കമ്മ്യൂണിറ്റി അവിടെ ബിൽഡ് ആയോ. അപ്പൊ കമ്മ്യൂണിറ്റിന്റെ ആ ഒരു സീരിയസ്നെസ്സിൽ അതിന്റെ ആദ്യത്തെ ടെസ്റ്റിമോണിയൽ, രണ്ടാമത്തെ കമ്മ്യൂണിറ്റി, സോഷ്യൽ പ്രൂഫ്, കമ്മ്യൂണിറ്റി. തേർഡ് വണ്ണാണ് ഓണർഷിപ്പ് എഫക്ട് എന്നുള്ളത്. ഓണർഷിപ്പ് എഫക്ട്. നമുക്ക് ഒരു സാധനം നമ്മൾതാൻ തോന്നിക്കഴിഞ്ഞാൽ അത് വിട്ടുകളയാൻ നമുക്ക് ഭയങ്കര ഇടങ്ങാറാണ്. നമ്മൾതാൻ തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് വിട്ടുകളയാൻ ഇറങ്ങാറാണ്. അത് ഏതിനെക്കാട്ടി ഇറങ്ങാറാണെന്ന് അറിയാം. നമ്മൾതല്ലാത്തൊരു സാധനത്തിന് കൊതിക്കിനെക്കാട്ടിയും നമുക്ക് പ്രയാസമാണ് നമ്മളൊരു സാധനം ഒഴിവാക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ഫോൺ ഉണ്ട്, അത് എനിക്ക് വേണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കത് അത്ര ബുദ്ധിമുട്ടില്ല, വേണ്ടവർ ഒഴിവാക്കാം. പക്ഷേ ഈ ഫോൺ ഞാൻ 2 ദിവസം യൂസ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് തരികയാണ്. എന്നിട്ട് ഞാൻ തിരിച്ചു വാങ്ങുമ്പോൾ ഞാൻ പൈസ തരാം, ഞാൻ യൂസ് ചെയ്താലോ. നമുക്കൊരു നമ്മളെ കയ്യിലുള്ള ഒരു സാധനം, നമ്മളെ എക്സ്പീരിയൻസ് ചെയ്ത സാധനം വിട്ടുകളയാൻ നമുക്ക് കുറച്ച് പണിയാണ്. മനസ്സിലായോ? ഈ സെയിൽ എന്ന് പറയുമ്പോൾ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമോഷൻ ലോജിക്ക് ഫൈറ്റിലൂടെയാണ് ഓരോ സെയിലും നടക്കുന്നത്. നമ്മളൊരു സാധനത്തിനോട് കൊതി ഉണ്ടാവും. ആ കൊതി ഒരു ഭാഗത്തും അതിന് കൊടുക്കേണ്ട എമൗണ്ട് മറ്റൊരു ഭാഗത്തും വെച്ചിട്ട് തുലാസിൽ തൂക്കിയിട്ടാണ് നമ്മളത് വാങ്ങണോ വേണ്ടേ നോക്കാം. അപ്പൊ കൊതിന്റെ ഭാഗത്ത് നല്ലോണം
കനം തോന്നി കഴിഞ്ഞാൽ ഇവിടെ എത്രയും പൈസ കൂട്ടിക്കൊണ്ടുവരാം. കിട്ടിയോ? അപ്പൊ ഈ കൊതി കൂട്ടാൻ പറ്റും ഓണർഷിപ്പ് എഫക്റ്റ് ഉണ്ടെങ്കിൽ. ഇത് യൂസ് ചെയ്യുന്ന ഒരുപാട് ബ്രാൻഡുകൾ, ഒരുപാട് സിനാരിയോസ് നമ്മുടെ റിയൽ വേൾഡിലുണ്ട്. ഈ ഫ്രീ ട്രയൽ കൊടുക്കുന്ന എന്തിനാ? ഈ ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കണം എന്തിനാ? ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കണം എന്തിനാ? ഫസ്റ്റ് ഓർഡർ ഫ്രീ കൊടുക്കണം എന്തിനാ? അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റിലേക്ക് ആദ്യത്തെ ദിവസം കുറച്ച് ദിവസങ്ങൾ ഓഫർ കൊടുക്കണം എന്തിനാ? ടെസ്റ്റ് സാമ്പിൾ കൊടുക്കണം എന്തിനാ? അത് അപ്പൊ പിന്നീട് അത് മിസ് ചെയ്യാൻ നമുക്കൊരു തോന്നും. നമ്മൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്ത സമയത്ത് സാധാരണ നമ്മളുടെ ആണ് എന്നുള്ളൊരു തോന്നൽ വരും. ഇപ്പൊ ടെസ്റ്റ് ഡ്രൈവിന്റെ സിനാരിയോയിലൊക്കെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് വാങ്ങാതെ പോലും നമ്മുടെ ഉള്ളിൽ സാധനം ഉണ്ട്, വാങ്ങിക്കൂടെ നമ്മളെ ബ്രെയിൻ നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡിസിഷൻ കുറച്ചും കൂടെ എടുക്കും. അപ്പൊ ആൾക്കാരുകൾ കൊണ്ട് നമ്മളുടെ പ്രൊഡക്റ്റ് ഓണർഷിപ്പ് ഫീൽ ചെയ്യിപ്പിക്കുക, അവരുടെ ആണെന്ന് തോന്നുക. ഇപ്പൊ ഒരു നാട്ടിലൊരു ചെറിയ ചായക്കട നടത്താന്ന് വിചാരിക്കാം. നമ്മൾ വരുന്ന കസ്റ്റമറോടൊക്കെ അവരുടെ സ്ഥലമായിട്ട് നമ്മൾ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നും. ഇ കൊമേഴ്സിൽ അത് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നമ്മൾ എന്താ പറയാ, ഓൾറെഡി ഇപ്പൊ ഒരു ബെഡാണെന്ന് വിചാരിക്കാം. ഒരു ബെഡാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു കുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു പില്ലാണെന്ന് വിചാരിക്കുക. അപ്പൊ അതിൽ കൊടുക്കുന്ന ഒരു ഇമേജ് ഒരാൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഉണരുന്ന ഒരു ഇമേജ് ആണെന്ന് വിചാരിക്കുക. എന്നിട്ടൊരു ക്യാപ്ഷനാണ് വേക്കപ്പ് ലൈക്ക് ദിസ് എന്നുള്ളൊരു ക്യാപ്ഷൻ ആണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ യുവർ നെക്സ്റ്റ് മോർണിംഗ് എങ്ങനെ ഉണ്ടായിരിക്കും നെക്സ്റ്റ് മോർണിംഗ് ഇങ്ങനെ ആണെങ്കിൽ എന്നൊക്കെ പറയുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ എന്തായി ഓൾറെഡി ഒരു ഇത് ഇന്റെ ഞാൻ ഓൾറെഡി അവരുടെ മനസ്സുകൊണ്ട് എന്ത് ചെയ്യും അതോ വെച്ചാല് മറ്റേ ഫിസിക്കൽ ബിസിനസ് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ പറ്റുന്നില്ല. പക്ഷെ സൈക്കോളജിക്കലി അത് പറ്റും, ഓണർഷിപ്പ് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റും. ഈ കോപ്പി റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇംഗ്ലീഷ് അല്ല അവിടെ വർക്ക് ചെയ്യണം. ഏറ്റവും നല്ല കോപ്പി റൈറ്റേഴ്സ് ആരാണ്? ഇംഗ്ലീഷിൽ നല്ല പറയുന്ന ആൾക്കാരല്ല, എത്രത്തോളം ആൾക്കാരെ ഇമോഷനായിട്ട് അമ്മാനാടാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഈ അർത്ഥത്തിൽ കുറെ സാധനങ്ങൾ, അതായത് ഓണർഷിപ്പ് ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ എങ്ങനെ ക്യാപ്ഷൻസ് എഴുതാം എന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരമുണ്ട്. മനസ്സിലാക്കിയത് അതുകൊണ്ട് ചോദിച്ചത്. കാരണം മറ്റേതിലൊക്കെ നമുക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ട്, കാരണം വണ്ടി ഓടിച്ചു നോക്കെ. ഇ കോമേഴ്സ് കേസിൽ അങ്ങനെ ഇല്ലല്ലോ, നമുക്ക് അങ്ങനെ ഫ്രീ ട്രയൽ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ ഇപ്പം പറഞ്ഞ പോലെ ആ ഒരു ഇമേജിലോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും കണ്ടന്റ്സിലോ നമ്മൾ ആ ഒരു ഫീൽ അവരിലേക്ക് കൊടുന്നാൽ തന്നെ ആ ഒരു ഓണർഷിപ്പ് അവർക്ക് ഫീൽ ആവും. യെസ്. ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കാം. അപ്പൊ എനിക്ക് ആഗ്രഹമുണ്ട്, നല്ലൊരു മന്തി കഴിക്കാൻ ആഗ്രഹമുണ്ട്, എന്നെ കൂട്ടി പോയിട്ട് മന്തി കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഈ ആണെങ്കിൽ ഒരു ഹെൽത്തി കുട്ടനായിട്ട് നടക്കണം. ഇപ്പൊ ഒരു ഡയറ്റ് ഒക്കെ കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കണം. ഞാൻ എന്നോട് പറയണം, ഈ ആലോചിച്ചൊക്കെ നല്ല ടേസ്റ്റി മന്തിയൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഇരുന്നിട്ട് വർക്ക് ചെയ്യണത് ആലോചിച്ച് നോക്കിയെന്ന് പറയുമ്പോ ഈ ആയിക്കൂടെ കടന്നുപോയി, ഈ ആ റിയാലിറ്റി കൂടെ അറിയാതെ കടന്നുപോയി. പിന്നെ അത് എനിക്ക് ഒഴിവാക്കാനാണ് ഈ കഴിക്കാതെ ഇരിക്കണത് എനിക്ക് പ്രയാസമായിട്ട് തോന്നും. അവിടെ എന്തില്ല, എന്നെ കൂടെ മന്തി ഒരു ഇത്തിരി മന്തി വായിൽ വെച്ച് തരാതെ തന്നെ ആവശ്യമില്ല. അപ്പൊ ഇ കൊമേഴ്സിൽ അത്തരത്തിലായിരിക്കും ഇതിന്റെ ഒരു എഫക്ട്. അപ്പൊ ഒന്നാമത്തെ പറയണത് നമ്മൾ പറഞ്ഞു ടെസ്റ്റിമോണിയൽ അല്ലെങ്കിലും, രണ്ടാമത്തെ പറയണത് എന്താ പറയാ കമ്മ്യൂണിറ്റി. കുട്ടി ശ്രദ്ധിക്കുന്നില്ല. രണ്ടാമത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റി, മൂന്നാമത്തെ പറഞ്ഞതാണ് നമ്മൾ പറഞ്ഞ ഓണർഷിപ്പ് എഫക്ട്. നാലാമത്താണ് ഹാലോ എഫക്ട്. ഹാലോ എഫക്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന് ഇതാക്കണം, ഒരു പുതിയ അന്തരീക്ഷത്തിലേക്ക് വരുന്ന സമയത്ത് അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളൊരു തീരുമാനം എടുക്കാനുള്ള ഒരു സ്ട്രെസ് ഉണ്ടാവും. കുറച്ച് സൈക്കോളജിക്കലാണ്. ഇപ്പൊ പുതിയ ഒരാളെ കാണുകയാണ്, അയാളായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആളാണോ അല്ലേ എന്നുള്ളത് ആദ്യം ബ്രെയിനിന് അറിയാം. ഫസ്റ്റ് നമ്മളെ ബ്രെയിന് ഫസ്റ്റ് നോക്കുക അതാണ്. അത് ഈ പറഞ്ഞ പോലെ ഇവല്യൂഷണറി നമ്മൾ എന്തെങ്കിലും ഇപ്പൊ എവിടെയെങ്കിലും അനക്കുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു സ്ട്രെസ് കയറും. അത് അത് എന്തെങ്കിലും പുലി അപ്പുറത്തിരിക്കുകയാണോ അതല്ല കാറ്റിനാടിയതാണോ എന്ന് മനസ്സിലാക്കണ്ട. അപ്പൊ ഈ സാധനം നമ്മൾ എല്ലാ കേസിലും ഉണ്ട്. നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ, ഒരു പുതിയ ഷോപ്പിലേക്ക് കയറുമ്പോൾ, പുതിയ ആളെ കാണുമ്പോഴൊക്കെ ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ കേൾക്കലുണ്ടല്ലോ. ആ ഫസ്റ്റ് ഇംപ്രഷൻ പിന്നീടുള്ള എല്ലാ സാധനത്തിനും സ്വാധീനിക്കും. ഒരു സ്റ്റോറിലേക്ക് കയറുന്ന സമയത്ത് തന്നെ നല്ലൊരു എസിന്റെ തണുപ്പും നല്ലൊരു മണവും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അവിടുന്ന് കഴിക്കുന്ന ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. സെയിം ചായ അടുത്തൊരു ഷോപ്പിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ചീത്ത മണം, ആ ചായക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. സിമ്പിൾ എക്സ്പ്ലനേഷൻ ആണ്. അപ്പൊ ഇതിനാണ് ഹാലോ എഫക്ട് എന്ന് പറയാം. നമ്മുടെ ബ്രെയിനിന് എന്തുണ്ട്, ഫസ്റ്റ് കിട്ടുന്ന ഇംപ്രഷൻ ഉണ്ടാവും. ആ ഇംപ്രഷനിൽ തന്നെ ബ്രെയിൻ എന്ത് ചെയ്യും, ഒരു വോട്ട് ചെയ്യും. അവിടെ ഇലക്ഷൻ ആണല്ലോ, ആ വോട്ട് നല്ല പവർഫുൾ വോട്ടാണ്. പിന്നെ അതിനെ മറികടക്കാൻ മാത്രം ടേസ്റ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, ഇത് തിരിച്ചിങ്ങോട്ട് മാറും. അവിടെ നീ പറഞ്ഞതിനോട് കറക്റ്റ് ചെയ്യണ വേറെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടൊരു സംഭവമുണ്ട്. നമുക്ക് ഒരു ഫുഡിനോട് ഒരു വട്ടം മസ്റ്റ് കഴിച്ചിട്ട് കശപ്പ് ഒതുങ്ങി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം സാധനം തുടർന്ന് തരണ്ടാവില്ല. അത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ആ സാധനം കഴിച്ച കശപ്പുണ്ടാവും, അത് കഴിച്ചിട്ട് വലിയ കാര്യമില്ല. നമ്മുടെ മധുരാണെങ്കിലും അത് എത്ര വേണം കഴിക്കാനുള്ള ഒരു മെന്റാലിറ്റി നമ്മൾ ഉണ്ടാകും. അതാണ് നീ പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ നമ്മളുടെ ബിസിനസ്സിൽ ഇപ്പൊ ഇ കൊമേഴ്സ് ആണെങ്കിലും റിയൽ
എന്താ പറയുക ഫിസിക്കൽ ബിസിനസ് ആണെങ്കിലൊക്കെ കസ്റ്റമറിന്റെ എൻട്രി പോയിന്റ് ഉണ്ടാവല്ലോ, അവിടെ നല്ലോണം അവരെ ചാക്കിലാക്കണം. ചാക്കിലാക്കണം. ഇപ്പൊ സിനിമ ആണെങ്കിൽ ഫസ്റ്റത്തെ ഒരു 10 മിനിറ്റിൽ നല്ലൊരു സാധനം കൊടുത്തു കഴിഞ്ഞാല് ഓരോ അതിൽ കയറി എൻഗേജ് ആയി. നമ്മുടെ ഷോപ്പിലേക്ക് കയറി വരുമ്പോ തന്നെ നല്ലൊരു ചിരി കിട്ടി കഴിഞ്ഞാൽ അവിടെ കയറി. നമ്മുടെ ലാൻഡിംഗ് പേജിലേക്ക് കയറുമ്പോ തന്നെ ഫസ്റ്റ് ഹീറോ സെഷൻ ഉണ്ടല്ലോ, അവിടെ അവരെ വീഴ്ത്തുന്ന രീതിയിലുള്ള സാധനം കൊടുത്തു കഴിഞ്ഞാൽ കയറി, ഹാലോ എഫക്റ്റഡ് ആവുന്നു. അപ്പൊ പിന്നെയുള്ള സാധനങ്ങളൊക്കെ എന്ത് അറിയോ, ഈ വോട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ഈ ബ്രെയിൻ്റെ ആ ഭാഗം ഉണ്ടാവല്ലോ, പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ആണ് എന്ത് ചെയ്യുക, ഈ ഫസ്റ്റ് തീരുമാനം എടുക്കുക, ഇത് ഓക്കെയാണ് സെറ്റാണ്. ആ സാധനം എന്ത് ചെയ്യും, ബാക്കിയുള്ള ഓരോ പേജിലും ഒരു വോട്ടിങ്ങിന് ഇടും. അടിപൊളിയാണ് അടിപൊളിയാണ് അടിപൊളിയാണ്. അതായത് ആദ്യത്തെ കൊടുത്ത വോട്ടിന് അടുത്ത കൺഫർമേഷൻ ഇങ്ങനെ കൊള്ളാം 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 ആ സാധനം അവിടെ വരും. അതാണ് ഹാലോ എഫക്റ്റ്. അപ്പൊ അത് പലപ്പോഴും എന്ത് ചെയ്യാൻ അറിയോ, എല്ലാം നന്നാക്കണം എന്ന് ചിന്തിക്കില്ല. എല്ലാം നന്നാക്കണം ശരിയാണ്, പക്ഷെ എല്ലാം നന്നാക്കണം എന്നുള്ളതിനെക്കാട്ടി അടിപൊളി ഫസ്റ്റ് നന്നാക്കണം, ഫസ്റ്റ് അടിപൊളി ആക്കണം എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റത്തെ സാധനം ഏറ്റവും ഭംഗിയാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്നൊക്കെ പോസിറ്റീവാണ്. എക്സാക്ട്ലി. ഇപ്പൊ ഒരു പ്രൊഡക്റ്റിന്റെ പാക്കേജ് അടിപൊളിയായി കഴിഞ്ഞാൽ ഉള്ളത്തെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഓരോ പോയിന്റും അങ്ങനെ ആലോചിച്ചിട്ട് എന്തായിരിക്കണം അവിടെ എക്സ്ട്രാ ഇടേണ്ടത്, ഒരു വോ ഫീല് കിട്ടാൻ, ഒരു ഓ അടിപൊളി എന്നുള്ള തോന്നൽ വരുത്താൻ എന്ത് ചെയ്യണം എന്നുള്ളത് എപ്പോഴും നോക്കണം. അഞ്ചാമത്തെ കളർ സൈക്കോളജി. ഇത് എല്ലാവർക്കും എനിക്ക് തോന്നുന്ന കമ്പാരിറ്റീവ്ലി അറിയുന്ന ഒരു സാധനമാണ്. ഇതിൽ ഒരു ചെറിയ പോയിന്റ് ആഡ് ചെയ്യാന്നുള്ളത് ഉദ്ദേശിക്കുന്നുള്ളൂ. കളർ സൈക്കോളജി എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഓരോ കളറിനും ഓരോ ഇമോഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ കളർ സൈക്കോളജിയിൽ മനസ്സിലാക്കാതെ പോകുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതിലേക്ക് വരാം. എന്നാൽ എല്ലാവർക്കും അറിയുന്ന പോയിന്റ് ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് തുടങ്ങാം. ഓരോ കളേഴ്സിനും ഓരോ ഇമോഷൻസ് ഉണ്ട്. ഇപ്പൊ ഫുഡ് ബ്രാൻഡ് എടുത്തു പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെഡ് ഉണ്ടാവുക, പിന്നെ യെല്ലോ ഉണ്ടാവുക. കാരണം ഈ കളേഴ്സ് ഒക്കെ വിശപ്പിനെ ട്രിഗർ ചെയ്യിക്കാൻ സാധ്യതയുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മളുടെ ബ്രാൻഡിങ് കാര്യങ്ങളിലൊക്കെ ഇത്തരം കളേഴ്സുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പോയിന്റ്. അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്തൊരു പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറേ കാര്യം ഞാൻ പറയാനുണ്ട്. ഇപ്പൊ ഞാൻ നിർമ്മലോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ആണ് ശരിക്കും എന്റെ മനസ്സിൽ കയറണം എന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് സ്ട്രെസ്ഫുള്ളി പറയണം എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ബാക്കിയുള്ള പറഞ്ഞ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറക്കും അല്ലെങ്കിൽ ശ്രദ്ധിക്കൂല. അത് വേറെ തന്നെ പറയണല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മളെ ലാൻഡിംഗ് പേജിലാണെങ്കിലും നമ്മളെ കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ട് ഇത് കൂടുതൽ വരിക. നമ്മളിപ്പോൾ ഒരു അഡ്വർടൈസ്മെന്റ് രംഗത്ത് ഒരു ആഡ് ചെയ്യുമ്പോൾ ലാൻഡിംഗ് പേജ് ചെയ്യുന്ന സമയത്തൊക്കെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, കുറേ കളർ സൈക്കോളജി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ലാസ്റ്റ് പറയാനുള്ളത് എന്താ, ബൈ നൗ എന്നുള്ളതാണ്. അപ്പൊ അതാണ് പോയിന്റ്. അപ്പൊ അത് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാം. അതായത് നമ്മളിപ്പോ മൊത്തത്തിൽ ചെയ്യുന്ന കാര്യങ്ങളല്ല ഇമ്പോർട്ടൻസ്, നമ്മൾ കുക്ക് ചെയ്യേണ്ട സാധനം സ്റ്റാൻഡ് ഔട്ട് ആയിരിക്കും. അപ്പൊ അവിടെ പലർക്കും പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ അത് ബ്രാൻഡ് കളർ ഇട്ട് കൊടുക്കും. ആഡിലാണെങ്കിൽ ബൈനോ എന്നുള്ള ബ്രാൻഡ് കളർ ഇട്ട് കൊടുക്കും. അതേ കളറായിരിക്കും മുകളിലത്തെ കുറേ കാര്യങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പൊ കളർ സൈക്കോളജിയിൽ മിസ് ഔട്ട് ആയി പോകുന്ന ഒരു കാര്യമാണ് ഈ കോൺട്രാസ്റ്റ് എന്നുള്ളത്. എവിടേക്കാണോ എത്തിക്കേണ്ടത് അത് കോൺട്രാസ്റ്റ് ചെയ്ത് നിർത്തൂല പലപ്പോഴും. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ CT ഉണ്ടല്ലോ, അതായത് കാൾ ടു ആക്ഷൻ, ബൈ നൗ എന്നുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ കാൾ ടു അസ്, അല്ലെങ്കിൽ ബുക്ക് നൗ, ഇത്തരം സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് വേറൊരു കളറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറിൽ കൊടുക്കുക. ഇപ്പൊ നമ്മളുടെ ബ്രാൻഡ് കളർ ഒരു വയലറ്റ് കളറാണ് വിചാരിക്കാം. വയലറ്റ് കളറാണെന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യാം, ഒരു ഗ്രീൻ കളറിൽ കൊടുത്തു കഴിഞ്ഞാൽ കോൺട്രാസ്റ്റ് ഉള്ള കളറാണ്. ഓക്കെ ഓക്കെ അല്ലേ? പറയുന്നത് ഫേസ്ബുക്കിന്റെ ആഡിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കേട്ടോ. നമ്മളിപ്പോ ഒരു വെബ്സൈറ്റ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയാ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഒക്കെ ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങൾ, ഇപ്പൊ നമ്മുടെ ബൈനോ ബട്ടൺ പച്ചയാക്കാൻ പറ്റുമല്ലോ, നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ബാക്കിയൊക്കെ ഒരു ബ്രാൻഡ് കളർ ആക്കി, അതും ബ്രാൻഡ് കളർ ആക്കുന്നതിന് പകരം കുറച്ചും കൂടി ആൾക്കാർക്ക് സ്റ്റാൻഡ് ഔട്ട് ആകുന്ന രീതിയിൽ കളറാക്കുമ്പോൾ കുറച്ചുകൂടി ആഡിലും ചില സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്ര സാധനം കൊടുക്കാം. അപ്പൊ കോൾ ചെയ്യാനുള്ള ഒരു കാൾ ടു ആക്ഷൻ ആണെങ്കിൽ പച്ച കളറിൽ കൊടുത്തു കഴിഞ്ഞാൽ കോൾ ചെയ്യാനുള്ള ഒരു സാധനം കയറും. വാട്സപ്പിന്റെ അപ്പൊ വാട്സപ്പ് ചെയ്യാന്നുള്ളതാണെങ്കിൽ ഇപ്പൊ ഇ-കൊമേഴ്സ് ബിസിനസ് ഒന്നുമില്ല, നമുക്ക് എൻക്വയറി വാട്സപ്പായി കിട്ടണം. കുറെ കാര്യങ്ങളൊക്കെ പല കളറൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് വാട്സപ്പിന്റെ അവിടെ ഒരു ഗ്രീൻ കളറിലാണ് നമ്മൾ ആ ബട്ടൺ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഐഡിയ പെട്ടെന്ന് കിട്ടും. യെസ് എക്സാക്ട്ലി. അപ്പൊ ആ തരത്തിൽ ഇനി അവിടെ മാത്രമല്ല കേട്ടോ, CTL മാത്രമല്ല, നമ്മളൊരു പോയിന്റ് പറയണേ, അവിടെ ഒരു ക്ലയന്റിന്റെ പെയിൻ ആണ് പറയുന്നത്. അവിടെ റെഡ് കളറിലാണ് ഇതിന് വെച്ചാൽ ആ പെയിൻ അവർക്ക് ഫീൽ ചെയ്യും. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് നമ്മളൊരു ബ്രാൻഡ് കമ്പാരിസൺ ടേബിൾ എന്ന സംഭവം ഇ-കൊമേഴ്സിൽ ഒരു വെബ്സൈറ്റ് കാണുമ്പോൾ പഴയ മറ്റു ബ്രാൻഡിൽ നിന്ന് നമ്മുടെ ബ്രാൻഡ് എന്താണ് വ്യത്യാസം കാണിക്കുന്ന ഒരു ഭാഗം നമ്മൾ ചിലപ്പോൾ സെറ്റ് ചെയ്തിട്ട് അതിൽ ചെയ്യുമ്പോൾ മറ്റൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ട് റെഡ് ഇടുമ്പോൾ കറക്റ്റ് മനസ്സിലാവും നമുക്ക് എന്താ പ്രശ്നമാണ്. ആ പച്ചിട്ടിട്ട് ഹാപ്പിനെസ് അവിടെ കാണിക്കുമ്പോൾ ഇത് നമുക്ക് പറ്റും, അങ്ങനെ ഒരു ഫീൽ അവിടെ കൊണ്ടുവരാൻ. ഇപ്പൊ പ്രൈസ് ഡ്രോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവല്ലോ, അവിടെ ഡ്രോപ്പ് ആണ് ഫീൽ ചെയ്യിപ്പിക്കണം. അപ്പൊ കളറിനെ ബ്രാൻഡിന്റെ ആംഗിൾ മാത്രമല്ല കളർ സൈക്കോളജി നോക്കേണ്ടത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ പോയിന്റ്, അതിന്റെ റെലവൻസ്, അതിലുണ്ടാകുന്ന ഇമോഷൻ, അത് ബേസ് ചെയ്തിട്ട് ബ്രാൻഡ് കളറിനൊക്കെ മറന്നിട്ട് അവിടെ കൊടുക്കണം.
ഇനി മാത്രം ഈ പോയിന്റ് ആണ് അതിൽ ആഡ് ചെയ്യാനുള്ളത്, എല്ലാവർക്കും അറിയുന്ന ഒരു പോയിന്റ് കാർ സൈക്കോളജി. ആറാമത്താണ് പ്രൈസ് ആങ്കറിങ്. പ്രൈസ് ആങ്കറിങ് ഇതും കുറെ ഡിസ്കസ് ചെയ്ത സാധനമാണ്. പക്ഷെ പലപ്പോഴും അത് ഇങ്ങനെ കൗതുകം എന്നുള്ള ലെവലിൽ ഒഴിവാക്കുന്നതല്ലാണ്ട് നമ്മൾ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല പലപ്പോഴും. പ്രൈസ് ആങ്കറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൈസ് പറയുന്ന സമയത്ത് ഒരു സൈക്കോളജി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ ബിസിനസ്സിലും ഉണ്ടാവും 3 സ്റ്റൈല് സാധനങ്ങൾ ഉണ്ടാവും അല്ലെ, ബേസിക്, മറ്റേ പ്ലാൻ. ഇവിടെ കൊടുക്കുന്ന പ്രൈസുകൾ ഇറ്റ് സെൽഫ് ഒരു സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യും. ഒരു സെയിൽസ്മാന്റെ പണി എന്താ, എൻ്റെ അടുത്തുള്ള പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാം എന്നുള്ളതാണ്, എനിക്ക് വെക്കാനുള്ള പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പല ടെക്നിക്ക് യൂസ് ചെയ്തിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. ഒരു സെയിൽസ്മാൻ ഇല്ല, പക്ഷെ 3 സാധനങ്ങൾ 3 പ്രൈസിൽ വെച്ചിട്ടുണ്ട്. ആ പ്രൈസ് തന്നെ അവരെ കൊണ്ട് ഒരു സാധനം വാങ്ങിപ്പിക്കാൻ ശ്രമിക്കണം. 2 തരത്തിലുണ്ട്. ഡീകോയ് എഫക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഈ പ്രൈസ് ആങ്കറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് ആങ്കർ എന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രൈസ് ബ്രാക്കറ്റിംഗ് ഒക്കെ പ്രൈസ് ആങ്കറിന്റെ അണ്ടറിൽ പറയാൻ പറ്റും തോന്നുന്നു. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു സോഷ്യൽ മീഡിയ പാക്കേജ് ഉണ്ടെന്ന് വിചാരിക്കാം. സപ്പോസ് എൻ്റെ അടുത്തുള്ള ഏറ്റവും ബേസ് പാക്കേജ് 50,000 പെർ മന്ത് ആണ് വിചാരിക്കാം. ടോപ്പ് പാക്കേജ് 3 ലക്ഷം പെർ മന്ത് ആണ് എന്ന് വിചാരിക്കാം. അപ്പൊ ഇത് പ്രൈസ് ബ്രാക്കറ്റുമായി ബന്ധപ്പെട്ട ഞാൻ വിളിക്കുന്ന സമയത്ത് പറയണേ നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 50,000 ആണ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പറയാം എന്ന് പറയണേ. ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ പറയണേ നമുക്ക് ഏകദേശം 80,000 വരും എന്ന് പറഞ്ഞ സമയത്ത് അത് വലിയ പ്രൈസ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാം. കാരണം ഞാൻ ആദ്യം 50,000 പറഞ്ഞു. നേരെ മറിച്ച് ഞാൻ പറയണേ നമ്മളെ പ്രൈസ് പാക്കേജ് ഏകദേശം 3 ലക്ഷമാണ്. ഏറ്റവും ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ 50,000 പറഞ്ഞ സമയത്ത് അത് ചെറിയ പൈസ ആയിട്ട് തോന്നാം. കാരണം ആ 3 ലക്ഷത്തിൽ നിന്നാണ് കണക്ക്. ഇവിടെ വേറൊരു സാധനം ഞാൻ കറക്റ്റ് ഇ-കോമേഴ്സ് എന്നുള്ള ഓഡിയൻസ് ആയതുകൊണ്ട് ഞാൻ കറക്റ്റ് പറയാം. ഇവൻ പറഞ്ഞതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടി എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ബണ്ടിൽ ഓഫർ കൊടുക്കുന്ന സംഭവം ഉണ്ട്. ഈ ആദ്യം ഒരു പ്രൈസ് കിട്ടുന്നത് 799 അല്ലെങ്കിൽ 800 രൂപയാണെങ്കിൽ നമ്മൾ ഈ ബണ്ടിൽ കൊടുക്കുമ്പോൾ 2 വാങ്ങാച്ചാൽ 2 കൂടി 800 വരെ 1,600 വരുന്നല്ലോ. അത് 1,200 കിട്ടും പറയുമ്പോൾ ആ 2 വാങ്ങാനാണ് ആൾക്കാർ ടെൻസി കൂട്ടുക. ആ ബണ്ടിൽ എഫക്ട് നീ പറഞ്ഞ പോലെ ആ പ്രൈസിങ് ആക്ഷനിൽ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. എക്സാക്ട്ലി. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 3 പോപ്കോൺ ഉണ്ട്. ഫസ്റ്റ് പോപ്കോൺ 10 രൂപയാണ്, സെക്കൻഡ് പോപ്കോൺ 80 രൂപയാണ്, തേർഡ് പോപ്കോൺ 100 രൂപയാണെങ്കിൽ ആ 100 എടുക്കാനാണ് തോന്നുന്നത്. നേരെ മറിച്ച് ഫസ്റ്റത്തെ പോപ്കോണിന് 10 രൂപയാണ്, സെക്കൻഡ് പോപ്കോൺ 30 രൂപയാണ്, തേർഡത്തെ പോപ്കോൺ 100 രൂപയാണെങ്കിൽ 30 രൂപ എടുക്കാൻ. അങ്ങനെ നമുക്ക് ആ ഗ്യാപ്പുകൾ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന സാധനം നമുക്ക് എടുപ്പിക്കാൻ പറ്റും. അവിടെ സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്യല്ലേ. അപ്പൊ ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് അവർ അത് എടുക്കാനുള്ള ഒരു സാധനമാണ്. അപ്പൊ ഇത് പലപ്പോഴും എല്ലാവർക്കും അറിയാം, പക്ഷെ യൂസ് ചെയ്ത് കണ്ടില്ല. യൂസ് ചെയ്ത് കാണാത്തതിന്റെ മെയിൻ കാര്യം വെച്ചാൽ 3 പ്രൈസ് പാക്കേജ് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യാത്തത്. അതിനുള്ള സൊല്യൂഷൻ ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. നമുക്ക് റേഞ്ച് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ റേഞ്ചിന്റെ ഏറ്റവും ടോപ്പ് ആദ്യം പറയുകയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, നമ്മള് മിഡിൽ പറയണത് അവർക്ക് എക്സാക്ട്ലി ബെറ്റർ ഡീലായിട്ട് അവർക്ക് തോന്നും. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൈസിങ് പറഞ്ഞുകൊടുത്ത് ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലത്തെ സംഭവം നടക്കും. നെക്സ്റ്റ് ഏഴാമത്താണ് പേഴ്സണലൈസേഷൻ. പേഴ്സണലൈസേഷന്റെ സൈക്കോളജി. പേഴ്സണലൈസേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഓണർഷിപ്പ് ഉണ്ടല്ലോ, അതിന്റെ ഒരു വേറൊരു സാധനമാണ് പേഴ്സണലൈസേഷൻ. പേഴ്സണലൈസേഷൻ 2 സാധനമാണ്. ഒന്ന് ഓണർഷിപ്പ്. ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഒരു B2B ആംഗിൾ ഒരു ഗിഫ്റ്റ് ബോക്സ് ചെയ്യുന്ന ഒരു ടീമാണെന്ന് വിചാരിക്കുക. അപ്പോൾ കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് ആണ്. അപ്പോൾ അവരുടെ ലോഗോ വെച്ചിട്ട് നമ്മൾ കോർപ്പറേറ്റ് ഗിഫ്റ്റ് കൊടുക്കും. സെയിൽസ്മാൻ ആയിട്ടുള്ള ഞാൻ അല്ലെങ്കിൽ ഒരു ലാൻഡിംഗ് പേജ് എന്ത് ചെയ്യണം, അവിടെ ലോഗോ ഇട്ട് കഴിഞ്ഞാൽ ഈ പാക്കേജും എങ്ങനെ ആയിരിക്കും എന്ന് കാണിക്കാന്ന് വിചാരിക്കാം. ആപ്പിളിന്റെ പേഴ്സണലൈസേഷൻ പരിപാടി, അതായത് പ്രൊഡക്റ്റിൽ റെഡ് എന്ന് പറഞ്ഞ ഫോൺ ഇറക്കുമ്പോൾ അവർ പറയുന്ന പേഴ്സണലൈസേഷൻ ഓപ്ഷൻ കൊടുക്കും. അതായത് നിങ്ങളുടെ പേര് എഴുതിക്കാൻ പറ്റുന്നതായിരിക്കും. അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമ്മൾ ഇ-കൊമേഴ്സിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഇനി അതല്ല, ഞാൻ ഫിസിക്കലി ഞാൻ അവരുടെ അടുത്ത് പോവുകയാണെങ്കിൽ ഇപ്പം എനിക്ക് ബെൻസിനെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ട്. എൻ്റെ അടുത്ത് കുറച്ച് ചോക്ലേറ്റ് ബോക്സസ് ഉണ്ട് കോർപ്പറേറ്റ് ഗിഫ്റ്റിങ്ങിലുള്ള. എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഐഡിയ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ബെൻസിന്റെ ബ്രാൻഡിങ് ഇവിടെ വരുന്ന രീതിയിലേക്ക് ഡിസൈൻ ചെയ്തിട്ട് അതും കൊണ്ട് ചെല്ലാം. അപ്പൊ എന്താണ്, അവരുടെ പ്രൊഡക്റ്റ് ആയിട്ട് അവർ കാണാം, പേഴ്സണലൈസ്ഡ് പ്രൊഡക്റ്റ് ആയിട്ടാണ് കാണാൻ. ഓക്കെ, നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ടല്ല. അപ്പൊ അവർക്ക് 2 സാധനം വർക്ക്ഔട്ട് ചെയ്യും. ഒന്ന്, അത് ഇൻവാല്യുബിൾ ആവും. ഒരു വാല്യൂ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല, കാരണം ഓൾക്ക് വേണ്ടി ഓല സ്റ്റൈലിൽ സാധനം എന്ന് പറയുമ്പോൾ മറ്റിനായിട്ട് വാല്യൂബിൾ ആവും. രണ്ടാമത്തത് അവിടെ ഒരു ഓണർഷിപ്പ് എഫക്റ്റ് വരും. ഈ സാധനം വേണ്ടാന്ന് പറയാൻ എനിക്ക് തോന്നൂല, കാരണം ഓല ബ്രാൻഡിങ്ങിൽ കണ്ടല്ലോ. അപ്പൊ പേഴ്സണലൈസേഷൻ എന്നുള്ളത് ചില ബിസിനസ്സിൽ അത് ബിസിനസ് മോഡലായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടാവും. പേഴ്സണലൈസേഷൻ ഉള്ള ബിസിനസ്സുകൾ കുറേ ഉണ്ട് ഗിഫ്റ്റിങ്ങിലൊക്കെ. ഇനി അതല്ലെങ്കിൽ കൂടി പേഴ്സണലൈസേഷൻ കൊണ്ടുവരാൻ പറ്റുന്ന ഏരിയാസ് കുറേ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ഇ-കൊമേഴ്സിലൊക്കെ ആണെങ്കിൽ അവരെ പേര് വെച്ചിട്ടുള്ള സെറ്റപ്പാണ് പറയുന്നത്. ഇ-കൊമേഴ്സിൽ വരുന്ന കുറച്ച് കണക്ട് ആക്കാൻ പറ്റുന്ന ഈ POD പ്രിന്റ് ഓൺ ഡിമാൻഡ് പറയുന്ന സംഭവമുണ്ട്. അതായത് ടീഷർട്ട് ബിസിനസ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ഉള്ളില് ഒരു ബോക്സിനുള്ളിൽ അവർക്കൊരു കാർഡ്, ആ കാർഡിൽ പേര് എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ബാഡ്ജിൽസ്, ഈ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളുണ്ടാവും. ആ സ്റ്റിക്കേഴ്സിൽ പേര്, അങ്ങനത്തെ കസ്റ്റമൈസേഷൻ നമുക്ക് പ്രിന്റ് ഓൺ ഡിമാൻഡ് കാസ്റ്റൊക്കെ ചെയ്യാൻ പറ്റും. അത് കുറച്ചും കൂടി കസ്റ്റമേഴ്സിന് കണക്ട് ആവും. ഇതിലെന്താ സാർ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ജസ്റ്റ് നമ്മൾ നോക്കിയാൽ തന്നെ കുറെ ഐഡിയാസ് ചെയ്യണ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതന്നെ നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ
ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക, ടെസ്റ്റ് ചെയ്ത് വെക്കാം. പേഴ്സണലൈസേഷനിൽ ആരും ചെയ്യാത്ത എന്ത് എനിക്ക് ചെയ്യാൻ പറ്റും, അതായിരിക്കും നമ്മളെ വലിയൊരു ബ്രാൻഡാക്കി മാറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ നിർമ്മൽ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ബിസിനസ് മോഡലിനെ എങ്ങനെ ആക്കാം? നമ്മൾ ബിസിനസ് മോഡലിൽ എന്തുണ്ട്, ആ ഒരു പേഴ്സണലൈസേഷൻ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ ബിസിനസ്സിന് കുറച്ചുകൂടെ അക്സെപ്റ്റൻസ് കിട്ടും. ഇനി അതല്ല നമ്മൾ കാറ്റഗറി സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ ഈ അടുത്തൊരു ഗിഫ്റ്റിംഗ് ഇതിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിഫ്റ്റ് ഫോർ ഹെർ ഒരു സെക്ഷനാണ്. അപ്പോൾ അവിടെ ഒരു കപ്പിൾ ഗിഫ്റ്റിംഗ് മൊത്തം ഉണ്ട്, ഗിഫ്റ്റ് ഫോർ പാരൻസ്, സെയിം പ്രൊഡക്റ്റ് സെഗ്മെന്റൈസ് ചെയ്തൊക്കെയാണ്. അപ്പൊ അവിടെ ഒരു ഇൻഡയറക്റ്റ് പേഴ്സണലൈസേഷൻ നടക്കുന്നുണ്ട്. പേഴ്സണലൈസേഷൻ എന്നല്ലെങ്കിൽ കാറ്റഗറൈസേഷൻ എന്ന് പറയാം. പക്ഷെ അവിടെ പേഴ്സണലൈസേഷൻ നടക്കുന്നുണ്ട്. എങ്ങനെ, ഞാനൊരു സാധനം ഗിഫ്റ്റ് വാങ്ങാനാണ് ചെന്നിട്ടുള്ളത്, പക്ഷെ ഞാൻ എന്ത് ഗിഫ്റ്റാ നോക്കണം എന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെ എന്തുണ്ട്, ഒരു സെക്ഷൻ ആയിട്ട് തന്നെ എന്താ പറയാ പെർഫെക്റ്റ് ഗിഫ്റ്റ് ഫോർ കയറുന്നുണ്ട്. അതിൽ കയറുന്ന സമയത്ത് നല്ലൊരു ഡയമണ്ട് റിംഗ് ഉണ്ട്, കൊള്ളാം. ആ ഒരു പേഴ്സണലൈസേഷൻ വരും, എന്റെ ആവശ്യത്തിന് നടക്കുന്നുള്ള അതിൽ കൊടുത്ത ഇമേജസ് ഒക്കെ ആ ഒരു ഫീല് വരുത്തുന്നുണ്ട്. ഓക്കെ, പേഴ്സണലൈസേഷന്റെ ഡിഫറെന്റ് സ്പെക്ട്രം നമ്മളെ ബിസിനസിന്റെ സ്റ്റൈൽ നോക്കിയിട്ട് ചൂസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അടുത്തതാണ് റെസിപ്രോക്കസി. റെസിപ്രോക്കസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിമ്പിൾ ഉദാഹരണമായിട്ട് പറയാം. നമ്മളിപ്പോൾ ഒരു ചന്തയിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്, പല കച്ചവടങ്ങൾ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കാം, പലഹാരങ്ങളുണ്ട്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരാൾ പറയണേ നല്ല ലഡു എൻ്റെ കയ്യിൽ നീണ്ടിട്ടുണ്ട്, കഴിച്ചു നോക്കി, ഫ്രീ സാമ്പിൾ ആണെന്ന് പറയാം. അപ്പോൾ ഞാനത് കഴിച്ചു നോക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ്, അവിടെ ഓണർഷിപ്പ് വർക്കാവും. പിന്നെ റെസിപ്രോക്കസി എന്ന സാധനം വർക്കാവും. അതായത് നമുക്ക് ഹ്യൂമൻ നേച്ചറാണ്, ഒരാൾ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ തിരിച്ചെന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു കൊതി നമ്മളെ ഉള്ളിലുണ്ട്. ഒരാൾ നമ്മളോട് ചിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കാതെ നിൽക്കില്ല, നമ്മൾ അറിയാതെ തിരിച്ചു ചിരിക്കും. ചിലപ്പോൾ അതിന്റെ അപ്പുറത്തേക്ക് ഒരു സാധനം കൊടുക്കും. ഒരാൾ ചിരിച്ചു കഴിഞ്ഞാൽ ചിരിച്ചിക്കാണ്ട് കൈയൊക്കെ കൊടുക്കും. കുറച്ച് മുന്നേ 2-3 വട്ടം കണ്ട ഒരാളാണെങ്കിൽ ഒരു ചിരിമിൽ എന്ത് ചെയ്യും, നമ്മൾ പോയി പരിചയപ്പെടും. അവിടെ എന്താണ്, ഇങ്ങോട്ടൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും തിരിച്ചൊരു സാധനം കൊടുക്കണം എന്നുള്ള, അതിനാണ് റെസിപ്രോക്കസി എന്ന് പറയാം. അത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലഡു ഒരു സാധനം. അത് കഴിച്ചു കഴിഞ്ഞ് അയാൾ എന്താണ് ഫ്രീ ആയിട്ട് ഒരു സാധനം തന്നല്ലേ, എന്നിട്ട് അയാൾ പറയണേ 1 കിലോന് ഇത്ര രൂപ എടുക്കല്ലേ. അപ്പോൾ അയാളുടെ നിന്ന് വാങ്ങാൻ നമുക്കൊരു തോന്നൽ വരും. അത് തിരിച്ചു കൊടുക്കുന്ന പോലെയാണ്, അവിടെ സെയിലാണ്. ആ തിരിച്ചു കൊടുക്കൽ എന്നുള്ള നമ്മളുടെ കസ്റ്റമേഴ്സിനുള്ളിലുള്ള കൊതിനെ നമ്മളെ സെയിൽസുമായി ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൽ ടെക്നിക്ക്. റെസിപ്രോക്കസി. ഇപ്പോൾ ഒരു നിഷിലൊക്കെ നമ്മളൊരു ഇ കൊമേഴ്സ് ബ്രാൻഡ് തുടങ്ങുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ മുന്നേ ഒരു ക്ലാസിക് ഉദാഹരണം ഇതിൽ നോക്കുകയാണെങ്കിൽ, ഒരു ബ്രാൻഡ്, ആ ബ്രാൻഡ് എന്താ പറയുക മൾട്ടിപ്പിൾ പ്രൊഡക്ട്സുകൾ വിൽക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു പെർഫ്യൂമും കൂടെ വെക്കുന്നുണ്ട്. അതിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒന്നെങ്കിൽ അവരാണ് അതിൽ വേറെ ബ്രാൻഡായിട്ട് കൊളാബ് ചെയ്തതാണ്, വട്ടെവർ. ആ പെർഫ്യൂമിന്റെ ഉള്ളിൽ അടിച്ചിട്ട്, അതായത് ഒരു ചെറിയ പാക്കറ്റിൽ അടിച്ചിട്ട് പാക്ക് ചെയ്തിട്ട്, കാർഡല്ല, ഇതൊരു പാക്കറ്റ്, ആ പാക്കറ്റിൽ പെർഫ്യൂം ഉണ്ട്, പെർഫ്യൂം അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ എയർ ടൈറ്റ് ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഷൂ ബ്രാൻഡിന്റെ കൂടെ എന്തോ ഇ കൊമേഴ്സിൽ കൂടെ വെച്ചു, അതിന്റെ പ്രൊമോഷനും ഉണ്ട്. ഇവര് തുറന്നിട്ട് ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് മണക്കാം. അന്വേഷിപ്പിച്ചു. അപ്പൊ നല്ലൊരു മണം കിട്ടി. അപ്പൊ എന്ത് ചെയ്യും, തിരിച്ച് റെസിപ്രോക്കസി എന്നുള്ള ആംഗിളിൽ എന്ത് ചെയ്യും, അവരെ സൈറ്റിലേക്ക് ഒന്ന് കയറി നോക്കും. അപ്പൊ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യിപ്പിച്ച്, അല്ലെങ്കിൽ ഒരു സാധനം അങ്ങോട്ട് കൊടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞൊരു പോയിന്റ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മെന്റാലിറ്റി നമ്മുടെ മനുഷ്യന്മാർക്ക് ഉണ്ട്. അതായത് നമ്മൾ ടെസ്റ്റ് നമുക്കത് തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു സംഭവം ഉണ്ട്, ഒരു സാധനം ഉണ്ട്. അപ്പൊ നമ്മൾ അത്തരത്തില് ഫ്രീബി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങള്, ചിലപ്പോൾ അതിൽ പെട്ടെന്ന് ഓഫർ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളൊരു ഓഫർ എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് സാമ്പിളിങ് തന്നെ പ്രൊഡക്റ്റ് വെക്കുമ്പോ അത് ഒരുമിച്ച് ഒറ്റ ഒരു ബണ്ടിലാക്കിയിട്ട് വില കുറച്ച് വെക്കുമ്പോ ഇതിന്റെ കുറെ സാധനം കിട്ടുന്നുണ്ട് എന്നൊരു മെന്റാലിറ്റിയാണ് വർക്ക് ആവുന്നത്. മേ ബി എനിക്ക് തോന്നുന്ന സാമ്പിളിങ്ങിലാണ് കൂടുതൽ ഇത് വർക്ക് ചെയ്യണത്. കാരണം സാമ്പിളിങ്ങിൽ നമുക്ക് ഒരാൾ ഫ്രീ ആയിട്ട് തരുകയാണ്. അപ്പൊ തിരിച്ചെന്തെങ്കിലും ചെയ്യണം എന്നുള്ള തോന്നല് തിരിച്ചെന്താ ചെയ്യുക, ആ സാധനം വാങ്ങാം. ഇതൊരു എനിക്ക് തോന്നുന്നത് അത്രയും ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണ്. അത് നമ്മളെ ബിസിനസ്സിൽ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ ബിസിനസ് എത്രത്തോളം മാച്ച് ആവും പറ്റുന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പൊ അത് നോക്കുന്നുള്ളതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ളൂ, റെസിപ്രോക്കസി എന്നുള്ള ഒരു ബ്രെയിനിലുള്ള ഒരു സംഭവത്തിനെ നമ്മളുടെ ബിസിനസ്സിൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ്. അടുത്ത ഒമ്പതാമത്തെ ഞാനൊരു പക്ക ടെക്നിക്ക് പറയാണ്. അതായത് ബോത്ത് ഗെറ്റ് 10% ഓഫ്, ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവും. അല്ലെങ്കിൽ ബോത്ത് ഗെറ്റ് 200, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഞാനൊരാൾക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും ബെനിഫിറ്റ് ഉണ്ട്, ഓനക്കും ബെനിഫിറ്റ് ഉണ്ട്. അത്തരം സാധനങ്ങള് ഭയങ്കര ഗൂഗിൾ പേ ഷെയറിങ്, അതേപോലെ തന്നെ സൂപ്പർ മണി പറഞ്ഞ സാധനം ഭയങ്കര ഹിറ്റ് ആണ്. അത് നമ്മൾ ഷെയർ ചെയ്ത് അയാൾക്ക് കാശിട്ട് നമുക്ക് കാശിട്ട് അങ്ങനത്തെ സംഭവം. ഇതിൽ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാധനം ഉണ്ട്. ഒന്ന് എന്ത് ചെയ്യും, ഇവരെ കൊണ്ട് ഒരാളെ റെഫർ ചെയ്യിപ്പിക്കണം അല്ലെ. ഒരു ബിസിനസ്സിൽ ഏറ്റവും സക്സസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിൽ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വീണ്ടും ആ ബിസിനസ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും അതിൻ്റെ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ആളെ റെഫർ ചെയ്യുക. ഇതാണ് സക്സസ് പോയിന്റ്. ഇത്രയും സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് വളർന്നോളൂ എന്ന് പറയാം. ഇതിനെ നമ്മൾ എന്താ പറയാ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ സാധനം. കാരണം ഇവര് വേറെ ആൾക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ബെനിഫിറ്റ് കിട്ടുന്നതുകൊണ്ട് വേറെ ആളെ റെഫർ ചെയ്യും. ഈ രണ്ടാമത്തെ പക്ഷം എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു കസ്റ്റമർ നമുക്ക് ചെറിയ പൈസക്ക് നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ ഒരു ആഡൊക്കെ ചെയ്തൊരു കസ്റ്റമർ ആയി, നമ്മൾ ഏത് ബിസിനസ്സിലായാലും നടക്കുക, ഒരു കൺസ്യൂമിങ് കൈൻഡ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടാവില്ല, വീണ്ടും 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 യൂസ് ചെയ്യുന്ന പെർഫ്യൂം ഒക്കെ അങ്ങനെ തന്നെയാണ്. ഒരു പെർഫ്യൂം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ വീണ്ടും അങ്ങനത്തെ ബിസിനസ്സിലാണ് ഇത് കൂടുതൽ മാച്ച് ആവുക. വർക്കൗട്ട് ആവാൻ മുതലാവുക. അതായത് ഒരു കസ്റ്റമറിനെ നമുക്ക് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈഫ് ടൈം വാല്യൂ ആണ്. വീണ്ടും വീണ്ടും വാങ്ങുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഒരു വലിയ എമൗണ്ട് ഉണ്ടാവുമല്ലോ. ആ എമൗണ്ട് വലിയൊരു സംഖ്യയുള്ള ടൈപ്പ് ഓഫ് ബിസിനസ്സിൽ ഇത് ധൈര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാം. കാരണം പുതിയ പുതിയ കസ്റ്റമറിനെ കിട്ടുകയാണ്. അവിടെ നമുക്ക് കോസ്റ്റ് ഇപ്പോൾ 200 രൂപ രണ്ടുപേർക്കും കൊടുക്കാന്ന് വിചാരിക്കാം. നമുക്ക് ആകെ പുതിയ കസ്റ്റമറിനെ കിട്ടാൻ 400 രൂപയാണ് ചെലവ്. പക്ഷേ ആളുടെ ലൈഫ് ടൈം വാല്യൂ ചിലപ്പോൾ അതിലും കൂടുതലായിരിക്കും. റിപ്പീറ്റഡ് കസ്റ്റമർ ആയി മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിലൊരു ഫിനാൻഷ്യൽ കാൽക്കുലേഷനിലൂടെയാണ് ഈ സാധനം ചെയ്യേണ്ടത്. പക്ഷേ ഇതിന്റെ പൊട്ടൻഷ്യലുള്ള ബിസിനസ്സിൽ പോലും പലരും ഇത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അല്ല ഒരു വേ ഓഫ് തിങ്കിങ് പറയാന്ന് നമ്മളിപ്പോ ആഡ് സ്പെൻഡ് ചെയ്തിട്ട് ബാക്കിയുള്ള സിനിമയോട് പകരം ഒരു റഫറൽ വഴി വരുന്നത് കുറച്ചും കൂടി ഒരു കൺവേർട്ടിങ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു കാൽക്കുലേഷനിലൂടെ നമ്മൾ ചൂസ് ചെയ്യാന്നുള്ള ഒരു പോയിന്റ് അവിടെ നോക്കണം. അല്ലാതെ നമ്മളിപ്പോ അത് നല്ലൊരു ഐഡിയ വെച്ചിട്ട് എല്ലാത്തിനും നല്ല ഐഡിയ ആവണമെന്നില്ല, എല്ലാവർക്കും കറക്റ്റ് ആവണമെന്നില്ല. അതാണ് ഈ പോയിന്റ് ഇപ്പൊ ഒക്കെ കുറെ പറയുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ചിലതൊക്കെ ചിലവർക്ക് കണക്ട് ആവും, ചിലർക്ക് കണക്ട് ആവില്ല. ആ കണക്ട് ആവുന്ന ഭാഗം നമ്മൾ എങ്ങനെ ബെനിഫിറ്റ് ആകുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ കണക്ട് ഭാഗം. ഇനിയുള്ള സാധനമാണ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഓരോ സംഗതിയോട് നമുക്ക് ആദ്യം ഒരു തോന്നലുണ്ട്, ഒരു ഇംപ്രഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ, കമ്മ്യൂണിറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞ സമയത്ത്. ഇത്തരത്തിലുള്ള ഒരു വാക്കാണ് ഞാൻ അടുത്ത 10ാമത്തെ പറയാൻ പോകുന്നത്. അതാണ് ഫ്രീ എന്നുള്ള വാക്ക്. ഫ്രീ എന്നുള്ളൊരു വാക്കിന് ഇത്തരത്തില് നേരത്തെ പറഞ്ഞ ഓണർഷിപ്പിലൊക്കെ പറഞ്ഞ പോലെ മിസ്സാക്കാൻ തോന്നാതിരിക്കുന്ന രീതിയിലൊരു പവർ ഫ്രീ എന്ന വാക്കിനുണ്ട്. അപ്പൊ നമ്മളുടെ കമ്മ്യൂണിക്കേഷനിൽ ലാൻഡിംഗ് പേജ് ആയിക്കോട്ടെ, നമ്മുടെ ആഡിലായിക്കോട്ടെ, ഫ്രീ എന്നുള്ള വാക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പറ്റുന്ന സ്ഥലത്തേക്ക് യൂസ് ചെയ്യാം. അതായത് ഫ്രീ ആയിട്ടുള്ള സാധനം ഞാൻ മിസ്സാക്കരുത് എന്നുള്ളൊരു തോട്ട് പ്രോസസ് എല്ലാ മനുഷ്യന്മാർക്കും നല്ല വർക്കൗട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒന്നുമില്ല, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഓഫർ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ്, ഇന്ത്യൻ ഇ കോമേഴ്സിന്റെ കേസിൽ ക്യാഷ് ഓൺ ഡെലിവറി പറഞ്ഞ സംഭവം ഉണ്ട്. അത് ശരിക്കും എന്താണ്, ഷിപ്പിംഗ് നമ്മൾ ചെയ്തിട്ട് കാശ് വാങ്ങുന്നുണ്ടോ, അപ്പൊ അത് നമുക്ക് സ്പെൻഡ് അവിടെ വാങ്ങുന്നുണ്ട്, അവർ പോകുന്നു, ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട്. എന്നാലും നമ്മള് ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോ തന്നെ കസ്റ്റമേഴ്സ് അത് പർച്ചേസ് ചെയ്യുന്ന ടെൻസ് കൂടും. കാരണം എന്താ, ഫ്രീ ഷിപ്പിംഗ് ആണ്, ഫ്രീ ആണ്, അത് മിസ്സാക്കാൻ പാടില്ല എന്നുള്ളൊരു തോന്നലുള്ള വർക്കാണ്. ലോജിക്കലി ആലോചിക്കുമ്പോൾ അതിലൊന്നും ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഒരു സാധനമാണ് ഈ റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ റീഫണ്ട് പോളിസി ഉണ്ടാവും. അതിന് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ മാട്രസ് ഒക്കെ അങ്ങനെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അതായത് 50 ഫ്രീ ട്രയൽസ് എന്നൊക്കെ പറയും. 50 നൈറ്റ്സ് ഫ്രീ ട്രയൽ, 50 നൈറ്റ്സ് ഫ്രീ ട്രയൽ. പക്ഷെ ആക്ച്വലി എന്താണ്, ഫുൾ എമൗണ്ട് കൊടുത്ത് പ്രൊഡക്റ്റ് വാങ്ങി കഴിഞ്ഞാൽ 50 ദിവസത്തിന്റെ ഉള്ളിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാം. റീഫണ്ട് പോളിസിന് അവർ ഫ്രീ ആയിട്ട് വർക്കൗട്ട് ആവും. കാരണം ഫ്രീ എന്ന് പറഞ്ഞ സാധനം എന്താ, അപ്പൊ നമ്മൾ പറയുന്ന കമ്മ്യൂണിക്കേഷനെ ഫ്രീ എന്നുള്ള രൂപത്തിൽ റീഫ്രെയിം ചെയ്യാൻ പറ്റുന്ന ഭാഗത്തൊക്കെ അത് റീഫ്രെയിം ചെയ്യാം. നമ്മൾ ഫ്രീ കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. ഏതാണ് ഫ്രീ, അത് കൊടുക്കുന്നത് ഫ്രീ ആയെന്ന് കാണിച്ചു കൊടുക്കുക. അതാണ് 10ാമത്തത്. ലാസ്റ്റ് വണ്ണാണ്, നമ്മൾ ഇനി എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, എന്ത് സർവീസ് ആയിക്കോട്ടെ വെക്കുന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോയിന്റ് വെച്ചിട്ട്, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോയിന്റ് വെച്ചിട്ട് ഒരു അവതാറുണ്ട്. ആ അവതാറിന് എത്താനുള്ള ഒരു സ്ഥലമുണ്ട്. ഓക്കെ, ഈ സ്ഥലത്തിന് നമ്മൾ എന്ത് ചെയ്യുക, അവതാറിലുള്ള മാറ്റമായിട്ട് നോക്കണം എഴുതുക. ഇപ്പുറത്ത് കരക്ക് നിൽക്കുന്ന ഞാനല്ല, എനിക്ക് എത്താൻ ആഗ്രഹമുള്ള ഒരു എന്താ പറയാ ദ്വീപിലെത്തുമ്പോൾ ഞാൻ എന്റെ ഡ്രസ്സിങ് മാറും, എന്റെ സ്റ്റൈല് മാറും, ഒക്കെ മാറുമല്ലോ. ഫോണിന്റെ കേസിൽ വെച്ച് പറയാൻ ഇവിടെ ഞാനിപ്പോ സാധാരണ പൂർ പോലെ അല്ലെങ്കിൽ മീഡിയം ക്ലാസ് ആ തോന്നണമെങ്കിൽ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ഹൈ ക്ലാസ് അല്ലെങ്കിൽ ഒരു ലക്ഷറി ഫീൽ എനിക്ക് വന്നു എന്നുള്ള ഫീൽ ഉണ്ടാവും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു മാട്രസ് ആണ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സാധനമാണെങ്കിൽ നല്ലൊരു ഉറക്കം കിട്ടിയ ഒരാൾ എന്നുള്ള ലെവലിലുണ്ടാവും. ഉറക്കം മര്യാദക്ക് ആവാത്തവരൊക്കെ ഇതിൽ കോൺഷ്യസ് ആവുന്നുണ്ടാവുക. നല്ല പൈസ കൊടുത്തിട്ട് ഒരു പില്ല് വാങ്ങുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഉറക്കത്തിൽ നല്ല സീരിയസ് ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ അയാളുടെ ഉറക്കത്തിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് അയാളുടെ ലൈഫിൽ. അപ്പൊ അവിടെയൊക്കെ ഒരു വാണ്ട് ടു ബി ഉണ്ട്. വാണ്ട് ടു ബി, എനിക്ക് എത്തേണ്ട ആഗ്രഹിക്കുന്ന ഒരാൾ എന്നുള്ളൊരു ക്യാരക്ടർ ഉണ്ടാവും. ഇപ്പൊ നമ്മളെ ബിസിനസ്സിന് നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിന് ഈ പറഞ്ഞ പോലത്തെ ഒരു വാണ്ട് ടു ബി ഉണ്ടാവും. ആ വാണ്ട് ടു ബിനെ സെല് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഫൈനൽ ആൻഡ് 11th ടെക്നിക്. ഡയറക്റ്റ് ആ പ്രൊഡക്റ്റിന്റെ സെല്ലിനെ പകരം അയാൾക്ക് ആഗ്രഹിക്കാൻ എത്താവുന്ന സ്ഥലത്തിന്റെ ആ ബെനിഫിറ്റ് അല്ലെങ്കിൽ ആ പോയിന്റ് നമ്മൾ സെല്ല് ചെയ്താൽ കറക്റ്റ് കിട്ടും. അപ്പൊ നമ്മളുടെ പ്രൊഡക്റ്റിൽ ഈ പറഞ്ഞ വാണ്ട് ടു ബി ആരാന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന സെക്ഷൻസിലും ഫോട്ടോസിലും ഒക്കെ അത് കൊടുക്കുക. അപ്പൊ സ്പോർട്സ് ബ്രാൻഡിലൊക്കെ കണ്ടിട്ടുണ്ടോ, ഒരാളിങ്ങനെ രാവിലെ ജോഗ് ചെയ്യണ ഓടുന്ന ഒരു സാധനം അവിടെ അത്രയും വർക്കൗട്ട് ചെയ്യും അല്ലെ, നിർമ്മലിന്റെ ഇതിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്.
അപ്പൊ അത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനെ അറിയോ, ബാക്കിയുള്ള ചെയ്യുന്നുണ്ടല്ലോ എന്ന് കണ്ടിട്ട് നമ്മൾ ചെയ്യണം. ഇതൊന്നും അറിഞ്ഞിട്ടല്ല ആരും ചെയ്യണത്. നമ്മൾ കുറെ പേര് ഇതേപോലെ സാധനം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതേപോലെ ഇട്ട് ചിലപ്പോൾ സെല്ല് വരുന്ന വെച്ചാൽ നമ്മൾ ചെയ്യണം. പക്ഷെ ഇതിന്റെ ഇത്രയും 11 പോയിന്റ്സ് നമുക്ക് എന്തെന്നുള്ള കാര്യം പറയണം. അപ്പൊ ഇത് പഠിച്ച് ചെയ്യുമ്പോൾ മെച്ചം എന്താ അറിയോ, ബാക്കിയുള്ളവർ ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ബെറ്റർ റിസൾട്ട് നമുക്ക് തരും. ബാക്കിയുള്ളവർക്ക് ചെയ്തത് എന്താണ്, ഓരോരുത്തർ ചെയ്ത് വർക്ക് ചെയ്ത സാധനം അത് നമ്മൾ ചെയ്യാം, അതിന്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇപ്പൊ B2B ബിസിനസ് സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാന്റെ ഫോട്ടോയോ വിഷ്വലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ 1-2 ആണ് സെല് ചെയ്യണത്. ഓക്കെ, അപ്പൊ ഈ 11 പോയിന്റാണ് സിംപിളി പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ട്രഷർ കിട്ടിയ ആൾക്കാരെ സെല് ചെയ്യാം. ട്രഷർ കിട്ടിയ ആൾക്കാരെ മുമ്പിൽ നിർത്തി സെല് ചെയ്ത് കഴിഞ്ഞാല് ഈ കപ്പലിക്കുള്ള ടിക്കറ്റ് ഇഷ്ടം പോലെ കിട്ടും. അതായത് ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിട്ട് പോയ ആൾക്കാരുണ്ടല്ലോ, അവരെ വെച്ചിട്ട് നമ്മൾ സെല് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ട്രിപ്പ് തേർഡ് ട്രിപ്പ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പൊ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ എക്സ്പ്രഷനിലായിരിക്കും. ഇപ്പൊ ഒരു ഹാപ്പിനെസ്, നമ്മളുടെ പ്രൊഡക്റ്റിന്റെ 1-2 ഒരു ഹാപ്പിനെസ് എന്നുള്ളൊരു ഘടകം ഉണ്ടെന്ന് വിചാരിക്കുക. ഹാപ്പി ആയിട്ടുള്ള ഒരാളുടെ വിഷ്വൽസ് അതിൽ വരണം. ഓക്കെ, അപ്പൊ 1-2 സെല് ചെയ്യുക എന്നുള്ളതാണ് 11ാമത്തെ സാധനം. അപ്പൊ എന്താ വെച്ചാൽ ഐഡന്റിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ട് അത് മാറും. ഈ ബ്രാൻഡിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യും. ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ആ ലെവലിലേക്ക്, ആപ്പിളൊക്കെ ഇപ്പം പറഞ്ഞ പോലത്തെ അങ്ങനത്തെ ഒരു സാധനം ഉള്ളിൽ നമുക്ക് ഒരിക്കലും ഇത് ഇന്നതെന്ന് പറയാൻ പറ്റില്ല. അത് ബ്രെയിനിൽ അത്രയും അലിഞ്ഞു ചേർന്നൊരു സാധനം അവിടെ ഉണ്ട്. അങ്ങനെ ഓരോ ബ്രാൻഡും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അത്തരത്തിൽ എന്തുണ്ട്, ഒരു 1-2 ഏറ്റവും കണക്റ്റഡ് ആയിട്ടുണ്ടാവും. ഈ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടറൈസേഷൻ, നമ്മളിപ്പോൾ ബ്രാൻഡ് പെർസോണ എന്ന് പറഞ്ഞ പോലെ 1-2 പെർസോണ എന്താന്നുള്ളത് നോക്കിയിട്ട് അത് ഇതിലിങ്ങനെ റിഫ്ലക്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ആ കൊതി, ആ ആഗ്രഹം അവിടെ വരുന്നുണ്ടാവും. അപ്പോൾ 11 കുറച്ച് ലെങ്തിയാണ്. ഇതിലൊറ്റ കാര്യം പോയിന്റ് പറയാനുള്ളൂ, ഈ പറഞ്ഞ സാധനങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. എന്നിട്ട് ഇതിന്റെ അപ്പുറത്തേക്കുള്ള സാധനങ്ങൾ ഉണ്ടാവും. അത് നമ്മളെ ബിസിനസ്സിൽ റൈറ്റ് പ്ലേസിൽ റൈറ്റ് ടൈമിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് നമ്മൾ കണ്ടെത്തുക. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഈ ഒരു വീഡിയോയിൽ കറക്റ്റ് കവർ ചെയ്ത് 11 ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. ഒരു കസ്റ്റമറിനെ നമ്മൾ ചാക്കിട്ട് പിടിക്കാന്നും പറയാം, അങ്ങനെ പിടിക്കാതെ 11 ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കുറച്ചങ്ങനെ ഡീപ്പായിട്ടാണ് നമ്മൾ പറഞ്ഞെങ്കിലും ആ സാധനം ഓരോന്നും വലിയ വാല്യൂബിൾ ആയതാണ്. നമ്മൾക്ക് ബിസിനസ്സിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു സാധനമാണ്. അപ്പൊ മസ്റ്റ് ആയിട്ട് സ്ഥിരമായി അത് ഒറ്റ വ്യൂവിൽ നിങ്ങൾക്ക് കറക്റ്റ് ക്ലിയർ ആവില്ല. 1, 2, 3 വട്ടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് അത് കിട്ടും. അപ്പൊ ഈ ഒരു വീഡിയോയിൽ അത് മൊത്തത്തിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത വീഡിയോയിൽ എന്തായിരിക്കും നമ്മൾ പറയാൻ പോണത്? അടുത്ത വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാവരും സ്റ്റക്കായി നിൽക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരും തീരെ യൂസ് ചെയ്യാത്തൊരു ഏരിയയാണ് മെറ്റാ ആഡ്സ്. മെറ്റാ ആഡ്സിൽ കുറേ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ റീസെന്റിലുള്ള അപ്ഡേഷൻസ് കണ്ടിട്ടുണ്ടാവും. നമ്മൾ മാനുവലി ടാർഗറ്റ് ചെയ്യണ സാധനങ്ങളൊക്കെ എടുത്തു കളഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ആ രൂപത്തിലാണ് എത്തുക. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇമോഷൻ, ഈ പറഞ്ഞ പോലെ ഐഡന്റിറ്റി, 1-2 ഈ സാധനങ്ങളൊക്കെ ആഡിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്താലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ തന്നെ എത്തുള്ളൂ. അതെങ്ങനെയാണെന്നാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഫേസ്ബുക്ക് ആഡ്സിലെ കസ്റ്റമർ സൈക്കോളജി മിസ്സാവുന്ന പോയിന്റ്സ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോ. അപ്പൊ അടുത്ത വീഡിയോ വെയിറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്റെയും റെവിന്യൂ ചാനൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നേരെ ചെക്ക്ഔട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുക. അതല്ലെങ്കിൽ ഇതിൽ കസ്റ്റമർ സൈക്കോളജി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും വരുന്നവരെ